പ്രിയപ്പെട്ടവരെ, തേങ്ങയിൽ വെള്ളം എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ കരിക്ക് എങ്ങനെയാണ് വെള്ളം നിറഞ്ഞ തേങ്ങയായി മാറുന്നത്? നമ്മൾ കാണുന്ന തെങ്ങിന്റെ പൂവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ആ പൂവ് പരാഗണം കഴിഞ്ഞ് ഒരു ചെറിയ കരിക്കായി മാറും. അപ്പോൾ ആ കരിക്കിനകത്ത് മുഴുവൻ ഒരു ജെല്ലി പോലുള്ള വെള്ളമായിരിക്കും. ഇതിനെ ശാസ്ത്രത്തിൽ ലിക്വിഡ് എൻഡോസ്പേം എന്ന് പറയും. തെങ്ങിന്റെ വേര് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളവും മിനറൽസും തേങ്ങയിലേക്ക് എത്തുമ്പോഴാണ് ഈ വെള്ളമായി മാറുന്നത്. ഇത് തേങ്ങയുടെ വളരാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ്. കരിക്ക് വലുതായി തേങ്ങയായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വെള്ളം പതിയെ തേങ്ങയുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വെള്ള നിറത്തിലുള്ള കഴമ്പായി മാറും. അതായത് ആദ്യം വെള്ളമായിരുന്നത് പിന്നീട് കഴമ്പായി മാറുന്നു. അതുകൊണ്ടാണ് ഇളം കരിക്കിൽ വെള്ളം കൂടുതലും കഴമ്പ് കുറവും, മൂത്ത തേങ്ങയിൽ കഴമ്പ് കൂടുതലും വെള്ളം കുറവും ആയിരിക്കുന്നത്. ഒരു മൂത്ത തേങ്ങയിൽ ഏകദേശം 300 മില്ലി വരെ വെള്ളമുണ്ടാകും. അതിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കരിക്കിൻ വെള്ളം നമ്മൾക്ക് ഇത്ര നല്ലതായി തോന്നുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? തേങ്ങയിലെ വെള്ളവും കഴമ്പും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. വെള്ളമാണ് കഴമ്പായി മാറുന്നത്. ഇതാണ് പ്രകൃതിയുടെ അത്ഭുതം. ഇതുപോലുള്ള അറിവുകൾ ദിവസവും അറിയാൻ യൂണിവേഴ്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ.